നമ്മൾ ആനന്ദവനം മഹാമണ്ഡലേശ്വര സ്വാമിയുടെ അദ്ദേഹമായിട്ടുള്ളൊരു സംസാര മധ്യയാണ് ഇങ്ങനെ ഒരു കുംഭമേള ആരംഭിക്കുന്നതിനെക്കുറിച്ചും അത് മഹാമഹോത്സവം ആരംഭിക്കുന്നതിനെക്കുറിച്ചും 270 വർഷമായിട്ടത് മുടങ്ങി കിടക്കുന്ന ചരിത്രത്തെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം മോഹൻജി ആയിട്ട് സംസാരിക്കുകയും മോഹൻജിയോട് സംസാരിച്ച് മോഹൻജി ഇതിൽ വളരെയധികം താല്പര്യമെടുക്കുകയും ചെയ്തു. അങ്ങനെ കാശിയിൽ നിന്നുള്ള പണ്ഡിറ്റുകളെ ഈ നീളാരതിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പണ്ഡിറ്റുകളെ എത്തിക്കാനും നീളാരതി ചരിത്ര ഒരു സംഭവമാക്കി മാറ്റാനുമായുള്ള ഒരു ചർച്ച തുടങ്ങിയത്. ആനന്ദവനം മഹാമണ്ഡലേശ്വര സ്വാമിജിയും മോഹൻജിയും തമ്മിൽ നടത്തിയ ഒരു ചർച്ചയുടെ ഒരു പരിണിത ഫലമാണ് നീളാരതി. ആ നീളാരതിയുടെ ഒരു പ്രാധാന്യവും അത് നടപ്പിലാക്കിയ ഒരു ഇതും കൊണ്ടാണ് ഇന്ന് മഹാമഹോത്സവം, അതായത് കേരള കുംഭമേള എന്നറിയപ്പെടുന്ന തിരുനാവായയിലെ ഈ മഹാമഹോത്സവം, ഈ കുംഭമേള ഇത്രയും ഒരു പ്രശസ്തിയിലേക്ക് ഉണ്ടായത്. ആ നീളാരതിയുടെ ഒരു ഉണ്ടാക്കിയൊരു വികാരം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത്രയ്ക്ക് മനോഹരവും അത്രയ്ക്ക് വികാര നിർഭരവുമായ ഒരു രംഗങ്ങളാണ് അത് ഉണ്ടാക്കിയത്. അതേപോലെ തന്നെ അന്നദാനവും മോഹൻജി ഫൗണ്ടേഷൻ്റെ തന്നെ അമ്മുക്കെയറിൻ്റെ നേതൃത്വത്തിലാണ് അന്നദാനം നടത്തുന്നത്. പഴയടം മോഹനൻ നമ്പൂരി, കേരളത്തിലെ പ്രശസ്തനായ പഴയടം മോഹനൻ നമ്പൂരിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറയാൻ എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ്. അത്രയ്ക്ക് രുചികരമായ അന്നദാനം തന്നെയാണ്, അത്രയ്ക്ക് വളരെ നല്ല രീതിയിലുള്ള ഭക്ഷണം തന്നെയാണ് ഇവിടെ എത്തുന്ന ഭക്തർക്ക് കൊടുക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഫെബ്രുവരി 3 വരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഫെബ്രുവരി 3 വരെ വളരെ ഭംഗിയായ രീതിയിൽ നടത്താൻ തന്നെയാണ് മോഹൻജി ഫൗണ്ടേഷനും മോഹൻജിയോടൊപ്പമുള്ള എല്ലാവരും ചേർന്ന് തീരുമാനിച്ച് പ്രവർത്തിക്കുന്നത്. അതിനുവേണ്ടി മാത്രമാണ്.